ജൂലൈ 3-നാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥി ഉസ്ബെക്കിസ്ഥാനിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ സവാരിയ ബസന്ത് കൊല ചെയ്യപ്പെട്ട വിവരമൊക്കെ ലഭിക്കുന്നത്. അവരെ കൊന്നത് അവരുടെ തന്നെ ക്ലാസ്മേറ്റായ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശിയായ ഒരു യുവാവാണ്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിൽ ഇത്രയധികം ഒരു മലയാളിയായ ഒരു വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടിട്ടും അതിനെക്കുറിച്ചുള്ള യാതൊരു പ്രതികരണവും ആരുടെ ഭാഗത്തും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹരിപ്പാട് എന്ന് പറയുന്ന നിയോജകമണ്ഡലത്തിൽ വരുന്നതാണ് ഇവരുടെ വീട്. ഹരിപ്പാട് MLA ആണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹം ആ വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹം നിർദ്ദേശിച്ചത് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഇക്കാര്യം അന്വേഷിക്കുമെന്നാണ്. സവാരിയുടെ സഹോദര ബന്ധുക്കളൊക്കെ പറയുന്നത് അവിടെ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആദ്യം പറഞ്ഞത് ഈ പ്രതി മലപ്പുറം സ്വദേശിയായ പ്രതി ഇവരെ ലാപ്ടോപ്പ് കൊണ്ട് മർദ്ദിച്ചു കൊന്നു എന്നാണ്. പക്ഷേ പിന്നീട് കിട്ടുന്ന വിവരം അവരുടെ ശരീരത്തിൽ മുഴുവൻ മർദ്ദനത്തിൻ്റെ പാടുകളായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അവരെ കൊന്നത്? അവർ ഇസ്ലാമിലേക്ക് മതം മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് അവരെ കൊന്നത് എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. ഈ സമയത്ത് തന്നെ ഈ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണ സ്വദേശിയായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സവാരിയുടെ ബന്ധുക്കൾ അവിടെ പോയ സമയത്ത് കേസ് കോംപ്രമൈസ് ആക്കണം, വേണ്ടതൊക്കെ ചെയ്യാമെന്ന് പലരും ബന്ധപ്പെട്ടതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. ഇപ്പോഴും അവരുടെ ബന്ധുക്കൾ അവിടെ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ടുണ്ട്. ഈ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആ ഏജൻസി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പാണക്കാട്ടെ തങ്ങൾമാരിൽ ഒരാളാണ്. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ്. അതെന്ത് തന്നെ ആവട്ടെ, സാധാരണഗതിയിൽ ഒരു മലയാളി പെൺകുട്ടി കൊല ചെയ്യപ്പെടുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രതിഷേധം ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സംഭവങ്ങൾ, ഡൽഹിക്കടുത്ത് തീവണ്ടിയിൽ യാത്ര ചെയ്യ സീറ്റ് തർക്കത്തെ തുടർന്ന് ഒരു മുസ്ലിം യുവാവ് കൊല ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ കേരളം മുഴുവൻ എന്തൊരു വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിലെ ഖത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബലാത്സംഗം നടന്നു. അതിൻ്റെ പേരിൽ ഇന്ത്യ മുഴുവൻ പ്രശ്നങ്ങളുണ്ടായി. എല്ലാ സ്ഥലത്തും വിളക്ക് തെളിക്കലും മെഴുകുതിരി കത്തിക്കലും പ്രതിഷേധ പ്രകടനങ്ങളും സാംസ്കാരിക കൂട്ടായ്മകളും പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ തന്നെ നടന്നു. പക്ഷേ ഈ മലയാളിയായ ഒരു കുട്ടി മരിച്ചിട്ട് ആരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല നമ്മുടെ ആഭ്യന്തരമന്ത്രി പോലും അദ്ദേഹം പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന മരണം എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക? അപ്പോൾ അങ്ങനെയൊരു മരണം അന്വേഷിക്കണമെങ്കിൽ ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അന്വേഷിക്കാൻ പറ്റൂ. അതിന് പ്രാപ്തമായ ഏജൻസി എന്ന് പറയുന്നത് CBI ആണ്. ആ CBIക്ക് കേസ് അന്വേഷണം വിടണമെങ്കിൽ രണ്ട് രീതിയാണ്. ഒന്നുകിൽ സംസ്ഥാനത്തെ ഹൈക്കോടതി പറയണം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം. അപ്പം കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത് ഈ വിഷയം CBIക്ക് വിടണം എന്നുള്ളതാണ്. പക്ഷേ അത് വിടാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ കേരളത്തിൽ നമുക്ക് കാണുന്നത് നമ്മളൊരു പ്രബുദ്ധ കേരളമാണെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും വോട്ട് ബാങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് കേരളത്തിൻ്റെ ചിന്താഗതിയെ തന്നെ നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ പ്രബുദ്ധരല്ല. കാരണം നമ്മുടെ സാംസ്കാരിക നായകന്മാരൊക്കെ ഇപ്പോൾ ഇവർ ആരെയും കാണുന്നില്ല. നമുക്ക് ഒരു സാംസ്കാരിക നായകനെയും കാണുന്നില്ല, ഒരു സിനിമാ പ്രവർത്തകനെയും കാണുന്നില്ല, ഒരു സാഹിത്യകാരനെയും കാണുന്നില്ല, ഒരു അക്കാദമി വിന്നറെയും കാണുന്നില്ല, ഒരു രാഷ്ട്രീയ നേതാവിനെയും കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ബോധപൂർവമായ മൗനം പാലിച്ചിരിക്കുകയാണ്. അത് എന്താണ് സംഭവം എന്നുള്ളത് ഇത് ലവ് ജിഹാദാണ് എന്ന് വന്നതുകൊണ്ട് തന്നെയാണ്. കാരണം അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ലവ് ജിഹാദിനെക്കുറിച്ച് അത് പ്രതിപാദിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് അതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു. അപ്പോൾ അത് സാങ്കല്പികമാണ്. പക്ഷേ നിരവധി സംഭവങ്ങൾ കേരള പോലീസ് തന്നെ അന്വേഷിച്ച് ശരിയാണെന്ന് കണ്ടെത്തിയ നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ ആളുകൾ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ പേരിൽ ഇത്തരത്തിലും നമ്മുടെ ഒരു സഹോദരി കൊല ചെയ്യപ്പെട്ടിട്ട് ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രബുദ്ധത വിളിച്ചോതുന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. ഒരു കുട്ടിയോട് അതിൻ്റെ ബന്ധുക്കളോടും കുടുംബത്തോടും നമ്മൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ളൊരു കൃതജ്ഞത.